പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ട്രാൻസിഷനൊക്കെ ട്രൈ ചെയ്തു, പക്ഷെ ട്രാൻസിഷൻ ഒന്നും നടന്നില്ല, എല്ലാം കൊളായി. അങ്ങനെ അവസാനം നമ്മൾ ഊബർ വിളിച്ചു. കല്ലൂരിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാനാണ് വിചാരിക്കുന്നത്. കറൻ്റ് ഇപ്പം തേവരയിലാണുള്ളത്, ബട്ട് തേവരയിൽ എവിടെ നല്ല കളക്ഷൻസ് ഉള്ളതെന്നല്ലാത്തതുകൊണ്ട് നമ്മൾ കല്ലൂരിലേക്ക് പോവാണ്. പക്ഷേ ഊബറിൽ ഭയങ്കര ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി. അങ്ങനെ നമ്മൾ തേവര ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി കല്ലൂർ പോയിട്ട് നമ്മൾ ദീനിയിൽ പോയിട്ട് നല്ല അടിപൊളി കളക്ഷൻസിൻ്റെ ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാം ട്രൈ ചെയ്തു, അത്യാവശ്യം എല്ലാം ട്രൈ ചെയ്തു, ബട്ട് എനിക്കെന്താ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും ബാങ്ക് കൊടുക്കാനായി. പിന്നെ നോമ്പ് തുറക്കാനായിട്ട് പോയിട്ട് നോമ്പ് തുറന്ന് 2 പൊറോട്ടയൊക്കെ അടിച്ചിട്ട് എഗെയിൻ നമ്മൾ ഷോപ്പിങ്ങിലോട്ട് പോയി. കല്ലൂരിൽ ഏകദേശം എല്ലാ കടയിലും കയറി, ബട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കോഴിക്കോട് നിന്ന് എന്തെങ്കിലും നമുക്ക് എസ് എൻ സ്ട്രീറ്റ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിയിരുന്നു, ബട്ട് എനിക്ക് എന്താ പറയുക, അവിടെ നിന്ന് കളക്ഷൻസ് ഇവൻ തലേന്നായോണ്ടാണെന്ന് അറിയില്ല, ഒന്നും കാണുന്നില്ല. ലാസ്റ്റ് അവസാനം 12 മണി കഴിഞ്ഞപ്പോൾ ഇനി പെരുന്നാൾ ഡ്രസ്സ് കിട്ടില്ല എന്ന് ആയി. ലാസ്റ്റ് ഒരു ഷോപ്പിൽ എല്ലാ കടയും ലാസ്റ്റ് അവസാനം ഒരു ഷോപ്പിൽ പോയി അവിടെ എത്നിക് വെയർസ് നോക്കി. ഞാൻ ഇനിയിപ്പോൾ പെരുന്നാൾ ഡ്രസ്സ് കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ അവസാനം അവരുടെ എടുത്തു. രാത്രി 1:30 ആവാനായി, എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരെ ഫുഡ് തപ്പാൻ തുടങ്ങി. എല്ലാ സ്ഥലവും ക്ലോസ്. അവസാനം നമ്മൾ താല ഓപ്പൺ ചെയ്തു. പിന്നെ താല പോയി നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു. ഞാനാണെങ്കിൽ 3 കട്ടൻ പറഞ്ഞു. അവിടുത്തെ കട്ടനാണെങ്കിൽ നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു. 3 മണിയാകും വീട്ടിലെത്തുമ്പോഴത്തേനും. വീട്ടിൽ പോയിട്ടാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. ഇത്താത്ത അനിയത്തി അടി എൻ്റെ കയ്യിൽ അവർ മൈലാഞ്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഞാൻ എൻ്റെ കൈയാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് അവർ കൊളാക്കി തന്നു. എന്നിട്ട് പിന്നെ എല്ലാവരും ഫേസ് മാസ്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടി ഫേസ് മാസ്ക് ഇട്ട് ഇതൊക്കെ കഴിയുമ്പോഴത്തേ നേരം വിളിത്താം. 10 ബൈ.